ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഈ ചക്കയുടെയൊക്കെ സീസൺ ആകുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതാണ് വീട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൺ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂഴപ്പഴമാണ്. അത് എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂഴപ്പഴം എടുക്കുന്നതിന് സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കൂടെ പാടയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത പൾപ്പാണിത്. അപ്പോൾ നമ്മുടെ സാധാ അരിപ്പയ്ക്കകത്ത് നമുക്ക് അരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ചോറൊക്കെ വെള്ളം വാലാൻ വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ വാരി വെക്കുന്ന ഇതിനുള്ളിൽ ഇട്ടും വെച്ച് കൈവച്ച് നന്നായിട്ട് തേച്ചാണ് ഇതിൻ്റെ ഈ പൾപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത പൾപ്പാണിത്. നമ്മൾ വേറെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചീകി അപ്പം നമുക്കിങ്ങനെ തന്നെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് അലിയാതൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാനിതൊന്ന് പാനിയാക്കിയതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ എളുപ്പമൊന്ന് പാനിയാകാൻ വേണ്ടിയാണ് ഞാനത് ചീകി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയതായി കാരണം ഒരു 10 ഏലക്കായും 1 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകവും കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതൊരു ഫ്ലേവറിൻ്റെ അനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടി എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് മൈദയാണ്. അപ്പോൾ നമുക്കിത് അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ എടുത്തിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പൾപ്പിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കുന്നത് വയണയിലേക്കകത്തിലാണ്. വയണയില ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ വാഴയിലയോ അല്ലെങ്കിൽ വട്ടയിലയോ ഒക്കെ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാലും കുമ്പിളിൻ്റെ ഉണ്ടാക്കുന്ന നമുക്ക് ആ ഫ്ലേവറും അതേ ടേസ്റ്റും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുമ്പിളിലയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുമ്പിളില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയൊന്ന് നമുക്ക് പാനിയാക്കിയെടുക്കാം. കാരണം ഇത് കറുത്ത ശർക്കരയായ കാരണം ചിലപ്പോൾ ഇതിനകത്തിൽ കല്ലൊക്കെ കാണും. അപ്പോൾ ഇത് നമുക്ക് പാനിയാക്കി ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ എല്ലായിടത്തും നമുക്കിത് അലിയാതെ കിടക്കുന്ന ആ കാര്യം നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര ഇവിടെ പാനിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചീകി ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനെ കൊണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇനിയും ചക്കപ്പഴം അടിച്ചു വെച്ചതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയത് തണുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 കപ്പ് ചക്ക മിക്സിയിൽ അടിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഈ പൊടിയൊന്ന് ഒതുങ്ങി കഴിയുന്നിടം വരെ നമുക്ക് അതിനുശേഷം നമുക്ക് കൈ വെച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഞാൻ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് നോക്കിയപ്പം ഒത്തിരി നല്ല മധുരമല്ല, എന്നാലും നമ്മളിത് കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്താണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു മിതമായ രീതിയിൽ ഞാനിതിന് ആ ഒരു ശർക്കര ചേർത്തത് ആയിട്ടുള്ളൂ. എന്നാൽ മധുരം ഉണ്ട് താനും, അങ്ങ് ഓവർ മധുരം ഇല്ലെങ്കിലും നന്നായി മധുരമുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പിളിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഭക്ഷണയിലേക്ക് അതിലേക്ക് മാറ്റി കുമ്പിളാക്കിയെടുക്കാം. അപ്പം നമുക്കിനി ഈ കുമ്പിളയില എടുത്തതിന് ശേഷം ഇങ്ങനെ കുമ്പിളായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ മാവ് ഫില്ല് ചെയ്യുന്നത്. ഞാനത് സ്പൂൺ വെച്ച് തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് ഈ ഇല എടുക്കുന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ പറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂണിൽ തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു കുമ്പിളിന് മാവ് നിറഞ്ഞു കഴിയുമ്പം നമുക്ക് ഈ മണ്ടഭാഗം നമുക്ക് ഇതിനുള്ളിലേക്ക് തന്നെ നമുക്ക് കുത്തി ഇറക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് ഇവിടെ നമുക്കൊരു ടൂപ്പിക്ക് കുത്തി കൊടുത്താലും മതി. അപ്പോൾ അതിൽ എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ചെയ്തെടുക്കാം. ഞാനിവിടെ അപ്പച്ചെമ്പ് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇഡലിയുടെ തട്ടിലേക്ക് നമുക്ക് അപ്പച്ചെമ്പിൽ ഇഡലി തട്ടിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മൾ വെച്ചാലും വേകാനെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. നമ്മളിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കിതെടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണും വരെ ബൈ.